ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം വടിവത്ത ശരീരത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് ആരോഗ്യമുള്ള മനസ്സ്, ആരോഗ്യമുള്ള ഹൃദയം. ഹൃദയത്തിൻ്റെ കാര്യം ചിലരുടെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കഠിന ഹൃദയം, മനസ്സോ ദുർബല മനസ്സ്. ഇതെന്തൊരു കോംബോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാര്യം ശരീരമൊക്കെ വടിവത്ത ശരീരം. സ്ത്രീ പുരുഷന്മാർ ഇന്ന് വളരെയേറെ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമാണ് ശരീരം, വടിവത്ത ശരീരം, ആരോഗ്യമുള്ള ശരീരം, അതുപോലെ സൗന്ദര്യമുള്ള ശരീരം. ഇങ്ങനെയെല്ലാം ആഗ്രഹിച്ച് അതിൽ ഒരുപാട് ശ്രദ്ധിക്കും. ചിലപ്പോൾ അതിശ്രദ്ധ, ഓവർ ദ ലിമിറ്റായിട്ട് ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തി അതിന് സമ്പത്ത് ചെലവഴിക്കാനും സമയം ചെലവഴിക്കാനും ഒക്കെ സന്നദ്ധരാകുന്ന സ്ത്രീ പുരുഷന്മാർ പ്രായഭേദമന്യേ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് ക്രിസ്ത്യാനികളായി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം. ശരീരം എത്ര വടിവത്തതാണെങ്കിലും, ഹൃദയം കഠിനമാണെങ്കിൽ, മനസ്സ് ദുർബലമാണെങ്കിൽ അത് വല്ലാത്ത ഒരു കോമ്പിനേഷനാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ആദ്യമായിട്ട് നമുക്ക് ഒരു മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം 3 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. ആത്മാവ്, അത് ഹൃദയവുമായിട്ട് ഏതാണ്ട് ഒരുപോലെ പോകുന്ന ആത്മാവ് അല്ലെങ്കിൽ ഹൃദയം. രണ്ടിനും ഒരേ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ബൈബിളിലാണെങ്കിലും ചില പദങ്ങളൊക്കെ രണ്ടിനെയും സൂചിപ്പിക്കുന്ന ആത്മാവ്, ഹൃദയം. മറ്റൊന്ന് മനസ്സ്, മൂന്നാമത്തേതാണ് ശരീരം. ഇപ്പം 3ഉം ചേരുന്നതാണ് ഒരു മനുഷ്യൻ. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഇതിലേതെങ്കിലും ഒരു തലത്തിൽ ഒരു പ്രശ്നം ആരംഭിച്ചാൽ അവിടെ വെച്ച് തന്നെ നമ്മൾ അറസ്റ്റ് ചെയ്യാൻ നോക്കുന്നില്ലെങ്കിൽ മറ്റു തലങ്ങളിലേക്ക് ബാധിക്കും. ശരീരത്തിൽ വരുന്ന ഒരു രോഗം, അതാണെങ്കിൽ നമുക്ക് എടുക്കേണ്ട പോലെ എടുക്കാൻ പറ്റാതെ വന്നാൽ നമ്മുടെ മനസ്സ് തളരാനും നമ്മുടെ പ്രാർത്ഥന നിലയ്ക്കാനും ഒക്കെ അത് കാരണമാകാം. ആത്മീയ തലത്തിലെ ഒരു പ്രശ്നം വേണമെങ്കിൽ എൻ്റെ പാപം എന്നെ രോഗിയാക്കി മാറ്റാം. ഇതെല്ലാം കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം 16:26 എവിടെ ഇരുന്നാലും നമ്മുടെ ചങ്കിൽ മുഴങ്ങേണ്ട ഒരു വചന സന്ദേശമാണ്. എന്താണ് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക? ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവൻ എന്ത് നേടി? അപ്പം നമുക്കറിയാം ഈ 3-ൽ ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്? നമ്മുടെ ആത്മാവ്, നമ്മുടെ ഹൃദയം. അതിനകത്ത് സംശയിക്കാനൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മനസ്സിൻ്റെ കാര്യങ്ങളോ ശരീരത്തിൻ്റെ കാര്യങ്ങളോ വരത്തുള്ളൂ. 1 കൊരിന്തോസ് 13-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം, നീ മാലാഖമാരുടെ ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ നീ വെറും വട്ടപൂജ്യം. ഇന്ന് പലരും മറ്റു പല കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കും. പക്ഷേ ഈ ഒരു കാര്യം എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് വരങ്ങളെക്കാൾ സ്നേഹം എന്ന ഫലമാണ്. ദ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അങ്ങനെയാണ് സ്നേഹത്തെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നത്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് മത്തായി 5:27 മുതൽ വായിക്കുമ്പോൾ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം, ആത്മാവിനാണ് പ്രസക്തി, ആത്മാവിനാണ് കൂടുതൽ പ്രാധാന്യം എന്നുള്ളത് പഠിപ്പിക്കാൻ കർത്താവ് വചനത്തിലൂടെ പറയുകയാണ്. നിന്റെ കൈ പാപഹേതുവാകുമെങ്കിൽ വെട്ടിക്കളയുക, കണ്ണ് പാപഹേതുവാകുമെങ്കിൽ ചുഴന്നെടുത്ത് വലിച്ചെറിയുക. കണ്ണില്ലേലും കുഴപ്പമില്ല, കൈയില്ലേലും കുഴപ്പമില്ല, നിന്റെ ആത്മാവിനൊരു പോറലേൽക്കരുത്. അതാണ് ആ വചനഭാഗം നമുക്ക് തരുന്ന ആ ഒരു സന്ദേശം. ഇതിലൂടെ ഈ 3 കാര്യങ്ങളിൽ ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അതിപ്രധാനമായത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ആരും ഒട്ടും തന്നെ ബുദ്ധിമുട്ടേണ്ടതില്ല. മറ്റൊരു കാര്യം, ഈ ആത്മാവ്, ഹൃദയം, ഇത് രണ്ടും ഞാൻ പറഞ്ഞല്ലോ, രണ്ടും ഏതാണ്ട് ഒരേ പദങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, ആത്മാവില്ലാത്ത ശരീരം മൃതമാണ്. ആത്മാവില്ലാത്ത ശരീരം. നമുക്ക് വടിവത്ത ശരീരം ഉണ്ടെങ്കിലും ആത്മാവ് രോഗം ബാധിച്ചതാണെങ്കിൽ മൃതമായ ശരീരം എന്ന് നമ്മൾ പറയേണ്ടി വരും. മത്തായി 15:8-9 വചനങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ കാതലായ സന്ദേശം എന്താ? ഹൃദയമില്ലാത്ത പ്രാർത്ഥന, ഹൃദയ സാന്നിധ്യമില്ലാത്ത പ്രാർത്ഥന ഫലശൂന്യമാണ്. യാക്കോബ് 2:17 വായിച്ചാലോ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. സുഭാഷിതങ്ങൾ 11:22 വായിച്ചാൽ വകതിരിവില്ലാത്ത സുന്ദരിയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അവളുടെ സൗന്ദര്യം പന്നിയുടെ മൂക്കുത്തിക്ക് സമാനം. വകതിരിവില്ലാത്ത സൗന്ദര്യം. ഇനി ഇവിടെയെല്ലാം പ്രധാനപ്പെട്ടത് എന്താണ്? സൗന്ദര്യത്തെക്കാൾ വകതിരിവ്, അതാണ് പ്രധാനപ്പെട്ടത്. നമ്മുടെ സംസാരത്തെക്കാൾ പ്രവൃത്തി, അതാണ് പ്രധാനപ്പെട്ടത്. വാമൊഴിയാ നമ്മൾ കുറേ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന
അതാണ് പ്രധാനപ്പെട്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുക. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഇവിടെ ഈ കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാം, അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം ശ്രദ്ധേയമാണ്. കമ്മ്യൂണിക്കേഷൻ 3 കാര്യങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ടത്. ഒന്ന്, വിഷയം, ഏത് വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തേത് ദ ടോൺ, ഞാനിപ്പോൾ എൻ്റെ കൈ എൻ്റെ വായുടെ മുമ്പിൽ പിടിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ ടോൺ മാറി. ടോൺ, അതിന് പ്രാധാന്യമുണ്ട്. മൂന്നാമത്തേതാണ് നോൺ വെർബൽ എക്സ്പ്രഷൻ. വേണം ഒരാൾ ശരിക്കും ദേഷ്യത്തിലാണ്, പക്ഷെ ഒരു വാക്ക് പോലും വേണ്ടിയില്ല, മുറിയിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയപ്പോഴത്തേക്ക് ആ കതക് വലിച്ചടച്ച് അവിടെയെല്ലാം ഒരു പ്രപഞ്ചം സൃഷ്ടിച്ച് അങ്ങ് ഇറങ്ങിപ്പോയി. നോൺ വെർബൽ എക്സ്പ്രഷനാണ്, സംസാരം കൊണ്ട് ചെയ്ത കാര്യമല്ല, നോൺ വെർബൽ എക്സ്പ്രഷൻ. ഇവയ്ക്കെല്ലാം ഒരേ പ്രാധാന്യമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വേണമെങ്കിൽ വിഷയം ഒരു 15 മാർക്ക് കൊടുക്കാം, വേണമെങ്കിൽ ടോണിന് ഒരു 35 മാർക്ക് കൊടുക്കാം. രണ്ടുകൂടി ആകുമ്പം 50ആയി. ബാക്കി 50 100-ലാണ് മാർക്ക് ഇടുന്നത്. ബാക്കി 50 നോൺ വെർബൽ എക്സ്പ്രഷൻ. ഇന്ന് ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ പറയും, ഞാനങ്ങനെ ഒന്നും പറഞ്ഞൊന്നുമില്ല, ഞാൻ അവരുടെ മേൽ കൈവക്കാൻ പോയൊന്നുമില്ല, പക്ഷെ ഒരുപാട് നോൺ വെർബൽ എക്സ്പ്രഷനിലൂടെ അവർ അവരുടെ ദേഷ്യം പ്രകടമാക്കിയിട്ടുണ്ടായിരിക്കാം. ഇതുപോലെ തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ് അല്ലെങ്കിൽ ഹൃദയം, ഈ 3 കാര്യങ്ങളിൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടതിന് പ്രാധാന്യം കൽപ്പിക്കണം. നമ്മൾ കാണുന്നുണ്ട് യെശയ്യാ 40:6 വായിച്ചാൽ, ജഡം തൃണമാണ്, ഒന്നിനും കൊള്ളാത്തതാണ്. യോഹന്നാൻ 6:63 വായിക്കുമ്പോൾ, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാണോ നമ്മൾ ജീവിക്കാറുള്ളത്, പ്രവർത്തിക്കാറുള്ളത്, പെരുമാറാറുള്ളത്? വീണ്ടും ഈ ശരീരം വേണമെങ്കിൽ നമുക്ക് പ്രകാശത്തിലായിരിക്കാം, അന്ധകാരത്തിലാക്കാം. അന്ധകാര പ്രവൃത്തികളിലേക്ക് നമ്മുടെ ശരീരത്തെ തള്ളിവിടാം. റോമ 13:12 വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്. അതുപോലെ തന്നെ ലൂക്കായുടെ സുവിശേഷം 11:36, ശരീരം മുഴുവൻ പ്രകാശത്തിലായിരിക്കണം. രണ്ടാമത്തെ കാര്യം മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. വേണമെങ്കിൽ നമുക്ക് വളർന്ന മനസ്സ്, വേണമെങ്കിൽ വളരാത്ത മനസ്സ്. നമ്മുടെ ചില മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ, അതെല്ലാം എടുത്തു കാണിക്കും നമ്മുടെ മനസ്സ് വളർന്നതാണോ അല്ലയോ. സുഭാഷിതങ്ങൾ 27:19 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ മനസ്സ് നിന്നെ തന്നെ വെളിപ്പെടുത്തും. നീ ചില ഈ കൊതിക്കുറവ്, അല്ലെങ്കിൽ വാശി, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ അസൂയ, ഇതെല്ലാം വളരാത്ത മനസ്സിൻ്റെ സൂചനയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഹൃദയം. ഹൃദയം വേണമെങ്കിൽ കഠിനമാക്കാം, ഹൃദയം വേണമെങ്കിൽ മാംസളമാക്കാം. നമ്മൾ പാപജീവിതം നയിച്ചാൽ സാവധാനം നമ്മുടെ ഹൃദയം കഠിനമാകും. മർക്കോസ് 16:14 മുതൽ വായിക്കുമ്പോൾ, ഹൃദയകാഠിന്യത്തെ കുറ്റപ്പെടുത്തിയ ഉദ്ധിതനായ കർത്താവിനെ അവിടെ നമുക്ക് കാണാൻ പറ്റും. എസെക്കിയേൽ 36:25 മുതൽ വായിക്കുമ്പോൾ കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ കഠിന ഹൃദയം ശുദ്ധീകരിച്ച് മാംസള ഹൃദയമാക്കാം. ഈ ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ച് അതിനായിട്ട് പ്രാർത്ഥിച്ചാൽ കർത്താവ് ബാക്കി ചെയ്ത് നമ്മുടെ ഹൃദയം മാംസളമാക്കി മാറ്റും. ആ ഒരു ബോധ്യത്തോടെ പ്രതിഷ്ഠാ ജപത്തിൽ നമുക്ക് പങ്കുചേരാം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.